കൊച്ചിയിൽ അവരോടൊക്കെ വിളിച്ചു എന്നിട്ട് ഇവൻ പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് ബഞ്ചുമാടി ഇനി തിരിച്ചു വരുമ്പോ ഫ്രണ്ട്സൊക്കെ തിരിച്ചറിയുമോ എന്നാ പറ്റി എല്ലാവരും പറഞ്ഞു ചേച്ചി ഇത് ചെയ്യണം ഭയങ്കര മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. ട്രൈ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ആ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ബ്രദറിനാ അല്ലെ? അപ്പൊ അതിൽ നിന്നൊരു മോചനം അല്ല, ആ പുള്ളിയാണെങ്കിൽ അത് കണ്ടുപിടിച്ചല്ലോ. ബെറ്റർ ഓപ്ഷൻ നമുക്ക് നമ്മുടെ ചുറ്റും എത്രയോ ഉണ്ട് അല്ലേ? ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ചെയ്യാൻ പറ്റി. അത് ഞാൻ നമ്മള് കൊച്ചിയിൽ അവരോടൊക്കെ വിളിച്ചു എന്നിട്ട് ഇവൻ പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് ബഞ്ചുമാടി. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടി. ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്, അവരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാവാം. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതെന്ന് പറയുമ്പോൾ ലെറ്റ് ഫ്രീ കണ്ടന്റ് മെയിൻലി നമ്മൾ ആ ഒരു ചെറിയ പ്രൊസീജിയർ അല്ല. മൈക്രോബ്ലേഡിങ് നമുക്ക് ഈ പറഞ്ഞ റെഗുലർ ആയിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ ടാറ്റു ടിങ്ക് യൂസ് ചെയ്താണ് കൂടുതൽ സ്പ്രെഡ് ആയിരിക്കുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സിനൊന്നും യാതൊരു അവയർനെസ്സും അവർക്ക് പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. എപ്പൊ ചെല്ലുമ്പോ എല്ലായിടത്തും നോക്കുമ്പോ എന്താ മൈക്രോബ്ലീഡിംഗ് ഉണ്ട്, അവിടെ 2000 ആണോ 3000 ആണോ 4000. അപ്പൊ നമ്മുടെ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് എന്ത് സേവ് ചെയ്യാന്നോ നമ്മൾ നോക്കുന്നത്. ബെറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ചല്ല, ആ സമയത്തുള്ള താൽക്കാലിക ലാഭമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഒരു ലെഡ് കണ്ടന്റോ അതുപോലെ തന്നെ നമുക്കൊരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ അത് വരുന്നില്ല. ഒരു സ്റ്റെയിൻലെസ് എന്താ പറയുക പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ ബ്ലേഡുകളാണെങ്കിലും എല്ലാം വരുന്നത് ക്ലിനിക്കലി പ്രൂവ് ചെയ്ത് വരുന്ന പ്രോഡക്ട്സാണ് നമുക്ക് വരുന്നത്. ഹെൽത്ത് വൈസ് ആണെങ്കിൽ നമുക്ക് സ്വെല്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. റിസൾട്ടും ലാസ്റ്റിങ്ങും എല്ലാം തന്നെ നമുക്ക് ഒരുപോലെ കിട്ടും, അത് ഗ്യാരണ്ടിയാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മളത് ഫോളോ ചെയ്യുന്നത്. സ്കിന്നിലായാലും നമ്മൾ ഹെയറിലായാലും നമ്മൾ മൺസ് അത് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഏറ്റവും ബെറ്റർ അപ്പൊ അതും അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ളത് കൊടുക്കണം എന്നുള്ള ഒരു നമ്മൾക്കും അതിന് അങ്ങനെ തന്നെ വേണം നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മളും കോംപ്രമൈസ് ചെയ്യാതെ ഇപ്പൊ എല്ലാം ചെയ്യുന്ന ആളെ പോലും ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ചെയ്ത് വീണ്ടും വരുന്നതും അതുകൊണ്ടാണ്.